ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന് മറുപടിയുമായി കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ പരിക്കേറ്റ പ്രതി വിനീഷ് രക്തസാക്ഷിയാക്കിയ ശേഷം ഷെർലിനെ തള്ളിപ്പറഞ്ഞതിലാണ് നേതൃത്വത്തിനെതിരെ വിമർശനം. കൊല്ലപ്പെട്ട ഷെർലിന് പല ഒഴിവുകഴിവുകളും പറയാമായിരുന്നു, പക്ഷേ അവനത് പറ്റില്ലായിരുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. വർഗീയവാദികൾക്കെതിരെ പ്രതിരോധത്തിനിടെ ആണ് ഷെർലിന്റെ മരണമെന്ന് വിനീഷ്. ഫെലിക്സ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. വലിയൊരു വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. വേണമെങ്കിൽ തള്ളിക്കളയാമായിരുന്നു, പക്ഷെ അത് ചെയ്തില്ല. മരണത്തിന് ശേഷം, തള്ളിപ്പറഞ്ഞതിന് ശേഷം പിന്നീടാണ് രക്തസാക്ഷിയായി പ്രഖ്യാപിക്കുന്നത്. എന്തൊക്കെയാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് വിനീഷ്? മോത്തി, കഴിഞ്ഞ വർഷം ഏപ്രിൽ 5-നാണ് പാനൂർ മൂളിയാന്തോട് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് ടെറസിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഷെറിൽ കൊല്ലപ്പെടുന്നത്. ഒപ്പം ഒന്നാം പ്രതി വിനീഷിൻ്റെ കൈപ്പത്തി അറ്റുപോവുകയും ചെയ്തു. ഇപ്പോൾ വിനീഷാണ് ഒന്നാം പ്രതി. കൈപ്പത്തി അറ്റുപോയ വിനീഷാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഡിവൈഎഫ്ഐ നേതൃത്വത്തിനെ വിമർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുന്നോത്തുപറമ്പ് ഡിവൈഎഫ്ഐയുടെ മേഖലാ സമ്മേളനത്തിൽ ഈ ഷെറിലിനെ രക്തസാക്ഷിയാക്കി അംഗീകരിച്ചുകൊണ്ട് പ്രമേയം വായിച്ചിരുന്നു. എന്നാൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഇന്നലെ അത് തള്ളിപ്പറഞ്ഞു. അതിനെതിരെയാണ് ഈ പോസ്റ്റ് പറയുന്നത്. ഈ പോസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെയാണ് പറയുന്നത്: ഷെറിലിന് ഉറങ്ങാമായിരുന്നു, പല ഒഴിവുകേടുകളും ഷെറിലിന് പറയാമായിരുന്നു, പക്ഷേ അവനത് പറ്റില്ല. വർഗീയവാദികൾ സഖാക്കൾക്ക് നേരെ വരുന്നുണ്ടെന്ന് മാത്രം അവനെ അറിയിച്ചാൽ മതി, പ്രതിരോധം തീർക്കണം എന്നത് അവൻ്റെ ബോധ്യമായിരുന്നു. എന്ന് വെച്ചാൽ സഖാക്കൾക്കെതിരെ വർഗീയവാദികൾ എത്തുന്നു എന്ന നിർദ്ദേശം അവന് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിരോധത്തിനായി ബോംബ് നിർമ്മിച്ചത് എന്ന് പരോക്ഷമായി സമ്മതിക്കുകയാണ് വിനീഷ്. അതായത് ഡിവൈഎഫ്ഐയെ പൂർണ്ണമായും പ്രതിരോധത്തിൽ നിർത്തുന്നതാണ് ഈ കേസിലെ ഒന്നാം പ്രതിയും ഡിവൈഎഫ്ഐ പ്രവർത്തകൻ കൂടിയായ വിനീഷിൻ്റെ ഇപ്പോഴത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് ഡിവൈഎഫ്ഐ പറയുന്നത് അത് സംഭവ സമയത്ത് തന്നെ ഡിവൈഎഫ്ഐക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നതായിരുന്നു. പക്ഷേ വിനീഷ് ഇപ്പോൾ പറയുന്നത് നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് സഖാക്കൾക്ക് നേരെ ഇത്തരമൊരു അക്രമം ഉണ്ടാകുമെന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പ്രതിരോധ പ്രവർത്തനത്തിലേക്ക് പോയത് എന്നതാണ്. മാത്രമല്ല, ഡിവൈഎഫ്ഐ പ്രധാനമായി വിമർശിക്കുന്നത് ഈ സംഭവ സമയം, അതായത് ഈ ബോംബ് നിർമ്മാണത്തിലെ ബോംബ് പൊട്ടുകയും ഷെറിൽ കൊല്ലപ്പെടുകയും ചെയ്ത സമയത്ത് ഇപ്പോൾ രക്തസാക്ഷിത്വ പട്ടം നൽകേണ്ട സംഘടനയുടെ കീഴ്ഘടകത്തെ വിളിച്ചുണർത്താൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് മുട്ടുവിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് അവരാരും ഉണ്ടായിരുന്നില്ല എന്നുകൂടിയുള്ള വിമർശനം ഡിവൈഎഫ്ഐയുടെ പേര് പറയാതെ വിനീഷ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഡിവൈഎഫ്ഐ പറഞ്ഞിരുന്നത് ഇതുമായി തങ്ങൾക്ക് യാതൊരു തരത്തിൽ ബന്ധവും ഇല്ല എന്നതാണ്. പക്ഷേ ഈ കൊല്ലപ്പെട്ട ഷെറിലിനെ രക്തസാക്ഷിയായി ഡിവൈഎഫ്ഐ അംഗീകരിച്ചു. പക്ഷേ സംസ്ഥാന നേതൃത്വം അതിനെ തള്ളിപ്പറഞ്ഞു. അതിനെതിരെയാണ് കേസിലെ ഒന്നാം പ്രതിയും ആ സംഭവ സമയത്ത് ഉണ്ടാകുകയും ഈ ബോംബ് സ്ഫോടനത്തിൽ ഒരു കൈപ്പത്തി അറ്റുപോവുകയും ചെയ്ത വിനീഷ് ഡിവൈഎഫ്ഐ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്.